കൊടകര കുഴൽപ്പണക്കേസിൽ ബിജെപിക്കെതിരെയുള്ള ആരോപണത്തിൽ തൊടാതെ ഇഡി ഇന്ന് കുറ്റപത്രം നൽകിയിരിക്കുന്നു. പണം ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടെന്ന പോലീസ് കണ്ടെത്തൽ തള്ളിക്കൊണ്ടുകൊണ്ടാണ് PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ വസ്തു വാങ്ങിക്കുന്നതിന് വേണ്ടി കൊടുത്തയച്ച പണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കൊടകര കുഴൽപ്പണക്കേസിൽ പോലീസ് കണ്ടെത്തലിന് വിരുദ്ധമായാണ് ഇഡിയുടെ കുറ്റപത്രം. ആലപ്പുഴയിൽ തിരുവിതാംകൂർ പാലസ് എന്ന വസ്തു വാങ്ങുന്നതിന് ധർമ്മരാജൻ ഡ്രൈവർ വശം കൊടുത്തുവിട്ട പണമാണെന്ന കണ്ടെത്തലാണ് ഇഡി നടത്തിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വേണ്ടി സംസ്ഥാനത്ത് വന്ന തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് കൊടകരയിൽ കൊള്ളയടിക്കപ്പെട്ടതെന്നായിരുന്നു പോലീസിന് ബോധ്യമായിരുന്നത്. കവർച്ച കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനൊപ്പം പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കുന്ന വിശദാംശങ്ങളടക്കം പോലീസ് ഇഡിക്ക് നൽകുകയും ചെയ്തിരുന്നു. കർണാടകയിലെ ബിജെപി നേതാവിന്റെ പങ്കാളിത്തമടക്കം അതിൽ സൂചിപ്പിച്ചിരുന്നു. ധർമ്മരാജന്റെയും മറ്റും ടവർ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളും കൈമാറിയിരുന്നു. എന്നാൽ ബിജെപി നേതാക്കളിലേക്ക് ഇഡി അന്വേഷണം പോയില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ഹൈവേ കവർച്ചയിലെ കള്ളപ്പണ ഇടപാട് മാത്രമാണ് ഇഡി പരിശോധിച്ചതെന്ന് വ്യക്തം. കൊള്ളയടിക്കപ്പെട്ട 3.56 കോടി രൂപയുടെ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ധർമ്മരാജൻ വെളിപ്പെടുത്തിയെന്നും ഇഡി വ്യക്തമാക്കുന്നു. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഉൾപ്പെട്ട 23 പ്രതികൾക്കെതിരെയാണ് ഇഡിയുടെ കുറ്റപത്രം. സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിക്കുകയും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്ത കേസാണ് കൊടകര കുഴൽപ്പണ കേസ്. ഇതിലാണ് പോലീസിന്റെയും ഇഡിയുടെയും കണ്ടെത്തൽ പരസ്പരം വിരുദ്ധമായിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.